Question number 9. What particularly impressed Bob McKinley of Harvard Medical School? അതായത് ഈ ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ ബോബ് മെക്കേർലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ വാട്ട് പർട്ടിക്കുലർലി ഇംപ്രസ്ഡ്, അയാൾക്ക് പ്രത്യേകമായിട്ട് ഇംപ്രസ്ഡ് ആയ കാര്യം എന്താണ്? നമ്മൾ പുള്ളി ഏത് കാര്യത്തിലാണ് ഇംപ്രസ്ഡ് ആയത് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് പുള്ളി സർപ്രൈസ്ഡ് ആയതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഗോ ടു ദ എക്സ്ട്രാക്ട്. In 1997, Bob McKinley and colleagues at Harvard Medical School found that when they kept cats awake by playing with them, a compound known as adenosine increased in the basal forebrain as the sleepy feeling stayed up longer and slowly returned to normal levels when they were later allowed to sleep. അപ്പം 1997 ബോബ് മെക്കേർലിയും അയാളുടെ കൂട്ടാളികളും കൂടി ഒരു ചെറിയ പരീക്ഷണം പൂച്ചകളിൽ നടത്തി. അവർ ചെയ്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂച്ചകളെ ഉറങ്ങാൻ അനുവദിക്കാതെ ദേ പ്ലേഡ് വിത്ത് അതുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ ചെയ്ത സമയത്ത്, അതായത് പൂച്ചകളെ ഉറങ്ങാൻ അനുവദിക്കാതെ ഇരുത്തിയ സമയത്ത് അഡിനോസിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അവരുടെ ബേസൽ ഫോർബ്രെയിനിൽ ഇൻക്രീസ് ആവുകയും ഒരു സ്ലീപ്പി ഫീൽനെസ്, അതായത് ഒരു ഉറക്കച്ചടവ് അവരിൽ ഉണ്ടാകുന്നതായിട്ടും അവർ കണ്ടു. ഇനി ആൻഡ് സ്ലോലി റിട്ടേൺ ടു നോർമൽ ലെവൽ. ഈ അഡിനോസിൻ ഇങ്ങനെ ഉയർന്നിട്ട് അവർക്ക് ഉറക്കച്ചടവ് ഉണ്ടാവുകയും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവയെ ഉറങ്ങാൻ അനുവദിച്ച് കഴിയുമ്പോൾ ഇതെങ്ങോട്ട് തിരിച്ചു പോകുന്നതായിട്ട് കണ്ടു? നോർമൽ ലെവലിലേക്ക്. അഡിനോസിൻ ലെവൽ തിരിച്ച് അതിൻ്റെ നോർമൽ ലെവൽ ഏത് അവസ്ഥയിലായിരുന്നു അല്ലെങ്കിൽ എത്രമാത്രം അഡിനോസിനാണോ ഉണ്ടായിരുന്നത് തിരിച്ച് ആ ഒരു ലെവലിൽ എത്തുന്നതായിട്ട് അവർ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ മനസ്സിലാക്കി. McKinley's team also found that administering adenosine to basal forebrain acted as a sedative, putting animals to sleep. ഇവർ വീണ്ടും ഒരു കാര്യം അതിനകത്ത് കണ്ടുപിടിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പൂച്ചകളെ ഉറങ്ങാതെ ഉറങ്ങാൻ അനുവദിക്കാതെ വെച്ചപ്പോൾ അഡിനോസിൻ ലെവൽ കൂടുന്നതായിട്ട് കണ്ടു. അങ്ങനെ അത് കൂടുമ്പോൾ അവയിൽ ഉറക്കച്ചടവ് ഉണ്ടാകുന്നതായിട്ടും കണ്ടു. ഇനി നേരെ ഇവർ എന്ത് ചെയ്തു? അഡിനോസിൻ ഫോർബ്രെയിനിലേക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തപ്പം ആ അഡിനോസിൻ എന്തായിട്ട് ആക്ട് ചെയ്തു? ഒരു സഡേറ്റീവായിട്ട് ആക്ട് ചെയ്തിട്ട് ഈ ആനിമൽസ് അല്ലെങ്കിൽ മൃഗങ്ങൾ, പൂച്ചകൾ ഉറങ്ങുന്നതായിട്ടും അവർ കണ്ടു. ഇറ്റ് ഷുഡ് കം ആസ് നോ സർപ്രൈസ് ദാറ്റ് കഫെയിൻ. ഇതത്ര അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ല. എന്തിനെ പോലെ? കഫെയിനെ പോലെ. അപ്പോൾ കഫെയിൻ എന്താണ് നമുക്ക് നോക്കാം. വിച്ച് ബ്ലോക്സ് അഡിനോസിൻ റെസിപ്റ്റേഴ്സ് കീപ്സ് അസ് അവൈക്ക്. അത് അഡിനോസിൻ ലെവൽ കൂടുമ്പോൾ നമ്മൾ ഉറങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറങ്ങുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അത് നമ്മളെ അത്ഭുതപ്പെടുത്തില്ല. അത് കഫീൻ പോലെ തന്നെയാണ്. കഫീൻ എന്ത് ചെയ്യുന്നത്? ഈ അഡിനോസിൻ റെസിപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മളെ ഉണർത്തിയിരുത്തുന്നു, ഉണർവോടെ ഇരുത്തുന്നു. Teaming up with Bashir and others, McKinley later discovered that ഈ മെക്കേർലി കൂട്ടാളികളും പിന്നെ ബഷീർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന്റെയും അവന്റെ കൂട്ടാളികളോടൊപ്പം ചേർന്നിട്ട് ലേറ്റർ ഡിസ്കവേർഡ്, അവർ കണ്ടുപിടിച്ചു. ആസ് അഡിനോസിൻ ലെവൽസ് റൈസ് ഡ്യൂറിങ് സ്ലീപ്പ് ഡിപ്രിവേഷൻ, സോ ഡു കോൺസെൻട്രേഷൻ ഓഫ് അഡിനോസിൻ റെസിപ്റ്റേഴ്സ്. അതായത് അഡിനോസിൻ കൂടുന്നതിനോടൊപ്പം തന്നെ, നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോഴാണ് അഡിനോസിൻ കൂടുന്നത്, അത് കൂടുന്നതിനോടൊപ്പം തന്നെ അഡിനോസിൻ റെസിപ്റ്റേഴ്സിന്റെ ക്വാണ്ടിറ്റിയും കൂടുന്നതായിട്ട് അവർ കണ്ടു. മാഗ്നിഫൈങ് ദ മോളിക്യൂൾസ് ഓഫ് സ്ലീപ്പ് ഇൻഡ്യൂസിങ് ഇഫക്റ്റ്. അതായത് നമുക്ക് ഉറക്കം നമ്മളിൽ ഉളവാക്കുന്ന മോളിക്യൂൾസിനെ മാഗ്നിഫൈ ചെയ്യുന്നതായിട്ടും അവർ കണ്ടു, അല്ലെ? ദ ബ്രെയിൻ ഹാസ് ക്ലിയർലി ഡിസൈൻഡ് എ 2-stage ഡിഫൻസ് അഗൈൻസ്റ്റ് ദ കോൺസിക്വൻസ് ഓഫ് സ്ലീപ്പ് ലോസ്. നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഒരു 2 സ്റ്റെപ്പായിട്ടുള്ള ഘട്ടമായിട്ടുള്ള ഒരു പ്രിക്വേഷൻ, മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. എന്തിനെ പ്രതിരോധിക്കാനായിട്ട്? ഉറക്കം നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ബ്രെയിൻ ഒരു 2-stage 2 ഘട്ടമായിട്ടുള്ള ഡിഫൻസ് സിസ്റ്റം ക്ലിയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മെക്കേർലി പറയുന്നു, അഡിനോസിൻ മേ അണ്ടർലൈൻ സം ഓഫ് ദ കോഗ്നിറ്റീവ് ഡെഫിസിറ്റ്സ് ദാറ്റ് റിസൾട്ട് ഫ്രം സ്ലീപ്പ് ലോസ്. ഈ അഡിനോസിൻ മേ അണ്ടർലൈൻ സം ഓഫ് ദ കോഗ്നിറ്റീവ് ഡെഫിസിറ്റ്സ് ദാറ്റ് റിസൾട്ട് ഫ്രം സ്ലീപ്പ് ലോസ്. ഉറക്കം നഷ്ടപ്പെടുമ്പോഴത്തേന് നമ്മുടെ അഡിനോസിൻ ലെവൽ കൂടുന്നത് എന്താണ്? നമ്മുടെ കോഗ്നിറ്റീവ് പ്രോബ്ലംസിന്റെ ഒരു അടിസ്ഥാന കാരണമാണ്. അതായത് കോഗ്നിറ്റീവ് ഡിഫിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഇമ്പയർമെന്റ്സിന്റെ ഒരു കാരണം എന്താണ്? അഡിനോസിന്റെ ഈ കൂടിയ അളവാണ്. McKinley and colleagues found that infusing adenosine into rats' basal forebrain impaired their performance on an attention test. അവർ വീണ്ടും എലികളിൽ പരീക്ഷണം നടത്തിയിട്ട് അവയ്ക്ക് ഡയറക്റ്റായിട്ട് അഡിനോസിൻ ഇൻഫ്യൂസ് ചെയ്തപ്പോഴത്തേന് അവരുടെ പെർഫോമൻസ് ടെസ്റ്റിൽ അവർ പരാജയപ്പെടുന്നതായിട്ട് കണ്ടു. സിമിലർ ടു ദാറ്റ് സീൻ ഇൻ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ഹ്യൂമൻസ്. ഈ ഒരു പ്രശ്നം ഉറക്കം നഷ്ടപ്പെടുന്ന
ഹ്യൂമൻസ് മനുഷ്യരിലും കാണാറുണ്ട്. അതായത് ഉറക്കം നഷ്ടപ്പെടുമ്പോഴത്തേനും അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുമ്പോഴത്തേന് അവരുടെ ഒരു അറ്റൻഷൻ ടെസ്റ്റ് അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ബട്ട് അഡിനോസിൻ ലെവൽസ് ആർ ബൈ നോ മീൻസ് be all and end all of sleep deprivation's effect on the brain or the body. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അഡിനോസിൻ ലെവൽസ് എന്ന് പറയുന്നത് ബൈ നോ മീൻസ് ദ ബി ഓൾ ആൻഡ് എൻഡ് ഓൾ. ഈ ബൈ നോ മീൻസ് ദ ബി ഓൾ ആൻഡ് എൻഡ് ഓൾ എന്ന് പറയുന്നത് ഒരു ഫ്രേസാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ എൻഡ്, സംതിങ് എൽസ് ഇസ് ബിയോണ്ട് ദാറ്റ്. ഇതിനപ്പുറത്തേക്ക് മറ്റെന്തോ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പം ഈ അഡിനോസിൻ ലെവൽ കൂടുക കുറയുക എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം. അതിനപ്പുറത്തേക്ക് ബ്രെയിൻ ആൻഡ് ബോഡി, നമ്മുടെ ബ്രെയിനിനും ബോഡിക്കും ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരിണിത ഫലങ്ങൾ, ദോഷവശങ്ങൾ ഉണ്ട്. ക്ലിയർ? അപ്പോൾ നമുക്കിനി നോക്കാം ഇയാളെ പർട്ടിക്കുലറായിട്ട് ഇംപ്രസ് ചെയ്ത കാര്യം എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ പറയുന്നത് എഫക്റ്റീവ്നെസ് ഓഫ് അഡിനോസിൻ ആസ് എ സഡേറ്റീവ്. ഒരു സഡേറ്റീവ് എന്ന നിലയ്ക്ക് അഡിനോസിൻ്റെ എഫക്റ്റ് അയാളെ ഇംപ്രസ് ചെയ്യിച്ചോ? ഇല്ല. കാരണം ഇറ്റ് ഷുഡ് കം ആസ് നോ സർപ്രൈസ്. അത് തീരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ല എന്ന് ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം അല്ലെ, എലിമിനേറ്റ് ചെയ്യാം. പോയിട്ടുള്ള ബി, ദ ഇൻഫ്ലുവൻസ് ഓഫ് കഫീൻ ഓൺ അഡിനോസിൻ റിസെപ്റ്റേഴ്സ്. അത് അത്ഭുതപ്പെടുത്തിയില്ല. അത് കൃത്യമായിട്ട് പറയുന്നത് ഇറ്റ് ഷുഡ് കം ആസ് നോ സർപ്രൈസ് ദെൻ ദാറ്റ് കഫീൻ പോലെ തന്നെ ഇതും അത്ഭുതപ്പെടുത്തുന്ന ഒന്നല്ല. വിച്ച് ബ്ലോക്സ് അഡിനോസിൻ റിസെപ്റ്റേഴ്സ് കീപ്പ് അസ് അവേക്ക്. അപ്പം അഡിനോസിൻ ലെവൽ കൂടുന്ന അഡിനോസിൻ ലെവലിൽ അഡിനോസിൻ ഒരു സഡേറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നതോ കഫീൻ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നതോ ഈ രണ്ട് കാര്യങ്ങളും അയാൾക്ക് നോർമലായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ടും എന്തല്ല, സർപ്രൈസ് അല്ല. സോ എയും ബിയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. സി നോക്കിക്കഴിഞ്ഞാൽ ദ സൈമൾട്ടേനിയസ് പ്രൊട്ടക്ഷൻ ഓഫ് അഡിനോസിൻ ആൻഡ് അഡിനോസിൻ റെസിപ്റ്റേഴ്സ്. അതായത് അഡിനോസിൻ്റെയും അഡിനോസിൻ റെസിപ്റ്റേഴ്സിൻ്റെയും സൈമൾട്ടേനിയസ് പ്രൊഡക്ഷൻ, അതായത് ഒന്നിന് പുറകെ ഒന്നായിട്ടുള്ള പ്രൊഡക്ഷൻ ഇവിടെ പറയുന്നുണ്ട്. മെക്കേർലി ലേറ്റർ അതല്ല, teaming up with Becher and others, Mecherly later discovered that as adenosine level rises during sleep deprivation, so do concentrations of adenosine receptors. അതായത് അഡിനോസിൻ ലെവൽ കൂടുന്നതിനോടൊപ്പം തന്നെ അഡിനോസിൻ റെസിപ്റ്റേഴ്സിൻ്റെ ലെവലും കൂടുന്നുണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. പക്ഷെ അത് പുള്ളി അത്ഭുതപ്പെടുത്തിയായിട്ട് ഞാൻ പറയുന്നില്ല അല്ലേ. അപ്പം നമുക്കതിനെ അവിടെ പറയുന്നുള്ളതുകൊണ്ട് നമുക്കത് നിർത്തിയിട്ട് ഡിയിലേക്ക് പോകാം. The extent to which adenosine levels fall when the subjects are allowed to sleep. The extent, അളവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, to which adenosine levels fall. അഡിനോസിൻ താഴേക്ക് വീഴുന്ന അളവ്, അതായത് ഈ ഉറങ്ങാതെ ആനിമൽസിനെ നമ്മൾ ഇരുത്തുമ്പോൾ അഡിനോസിൻ മേളിലേക്ക് പോവുകയും നമ്മൾ ഉറങ്ങാൻ അനുവദിച്ച് കഴിയുമ്പോൾ അത് താഴേക്ക് പോകുന്ന അളവ് അവരെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് and slowly return to normal levels when they are later allowed to sleep. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന താഴേക്ക് പോകുന്ന അളവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോർമൽ ലെവൽസിലേക്ക് പോകുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഒരു വലിയ അളവിലേക്ക് ഇത് അഡിനോസിൻ ലെവൽ താഴേക്ക് പോകുന്നതായിട്ട് പറയുന്നില്ല. അപ്പം എയും ബിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. പക്ഷേ ഈ സിക്ക് അതൊരു പ്രശ്നമുണ്ട്. ഇതിങ്ങനെ സൈമൾട്ടേനിയസ് പ്രൊഡക്ഷൻ ഉണ്ട് എന്നല്ലാതെ അത് അയാളെ അത്ഭുതപ്പെടുത്തിയായിട്ട് നമ്മളോട് പറയുന്നില്ല, ക്ലിയർ ആയിട്ട് പറയുന്നില്ല. പക്ഷേ നമുക്ക് ഡയറക്റ്റായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, കാരണം അത് പുള്ളി അത്ഭുതപ്പെടുത്തുന്നില്ല എന്നാണ് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ബിയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത്ഭുതപ്പെടുത്തുന്നില്ല എന്ന്. ഡി നോക്കിക്കഴിഞ്ഞാൽ ദ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞൊരു വേർഡ് അവിടെ ഇല്ലാതെ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ആ അളവ് ഒരു പ്രത്യേക അളവിലേക്കൊന്നും പോകുന്നില്ല. എന്താണ്, മേലിലേക്ക് പോകുന്ന അഡിനോസിൻ ലെവൽ ഉറങ്ങിക്കഴിയുമ്പോൾ റിട്ടേൺ ടു നോർമൽ ലെവൽ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ വി ആർ ഗോയിങ് വിത്ത് ദ ഓപ്ഷൻ സി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. And your answer is C. And if you have any confusion, please contact us. Thank you.